നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം. KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് കണ്ടെടുത്തത് നിരവധി അവശിഷ്ടങ്ങളാണ്. പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ്. ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയിര് പോകാതിരുന്നത് ഭാഗ്യം എന്നുമുള്ള KPCC അധ്യക്ഷന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തും പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തിരുന്നു. കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിന് വേറെ സംഭവം കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെ ആയിരുന്നു. കാലിന് വെള്ളം കുറവുണ്ടായിരുന്നു. കാല് രണ്ടെണ്ണം വെച്ചേക്കുന്നുണ്ട്. രണ്ട് കാല് വീടിന്റെ ഏകദേശം ഷേപ്പെല്ലാം വരച്ചു വീടിന്റെ അതിനൊന്ന് ശരിക്കും ചേർത്തിട്ട് അത് നമുക്ക് അകത്ത് നടുത്തളമൊക്കെ നമുക്ക് അകത്ത് ഉള്ള പേപ്പർ വെച്ചിട്ട് അതെല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് എടുക്കുക. ഇവിടെ വീഡിയോ എടുത്തിട്ട് കുറേ ഉണ്ട്. ഒന്നൊന്നും അല്ല. പിന്നെ ടെൻഷൻ വരിക, വെപ്രാളം ഉണ്ടാകുക, അതൊക്കെ ഹൃദയത്തിന്റെ കഴുത്തിന്റെ ഇവിടെ ഇത്ര ഭാഗം മറ്റേ സാധനം ഇതിനകത്തേക്ക് സാധനം ഇനിയുണ്ട് ഇങ്ങോട്ട് അത് തെയ്യം ഓട് വിളക്കുണ്ട് മുന്നിട്ട് ആളുടെ കൊണ്ട് രണ്ടാള് ആള് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ല ഒതുക്കി. ഒന്നും ബാക്കി വെച്ചിട്ട് എന്നിട്ട് ഞാനിങ്ങനെ ഞാൻ ഇതിനടുത്ത് പറഞ്ഞു പുള്ളിക്ക് ഒരു കൂലില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും വർണ്ണമായി തീർന്നില്ലേ അത് നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് വിളിക്കാം. ക്യാമറയിൽ എടുത്തിട്ടേ സൂം ചെയ്ത് നോക്കിയത് എഴുത്തുകളൊക്കെ അറിയാൻ പറ്റും. ഒഴിഞ്ഞു പോലെ ഒന്നും പോയില്ല. ഇത് സീരിയസ് ആണ്. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക്. കൂടോത്ര വാർത്തയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്തെത്തിയ കെ സുധാകരനോട് ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. What Rajnath Singh ji told to the Lok Sabha? He told 1 crore rupees had been given. This is the disturbance. You know, actually, these are all distorting things. You have to admit. Okay. Yes, no. So, what is this? Very bad. Sir, also PM says in the says that Congress is running Bhrashtacharya, Bachao Andolan. How do you react? Now, വാർത്ത തന്റെ ശ്രദ്ധയിലില്ലെന്നും പിന്നീട് പ്രതികരിക്കാമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. എനിക്കറിയില്ല.
അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും? എനിക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം. അന്വേഷിക്കാൻ നമുക്ക് എന്താണ്? തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കൂടോത്രം നടന്നുവെന്ന് നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആരോപണം ഉന്നയിച്ചത്. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും ഇത് മറികടക്കാൻ താൻ മറ്റു മാർഗങ്ങൾ തേടിയത് കൊണ്ടാണ് തനിക്കിത് ഏൽക്കാത്തതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ന്യൂസ് 18നോട് പറഞ്ഞത്. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്നാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. കൂടോത്രം ഭരിക്കുമോ? ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഫലിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവർത്തികൾ എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 1 ലക്ഷത്തിന് ഇരിക്കില്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവർത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയതല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. സുധാകരന്റെ വീട്ടിൽ കൂടോത്രം വെച്ചത് കോൺഗ്രസുകാർ തന്നെയെന്നാണ് CPM-ന്റെ ആരോപണം. അതൊരു രാഷ്ട്രീയ കൂടോത്രമാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് പേർ KPCC പ്രസിഡന്റിനെതിരായ ഗ്രൂപ്പിന്റെ അകത്തിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് തർക്കമാണ്. അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയമായി കാണുന്ന ഇടതുപക്ഷത്തിന് ഒരു വ്യക്തിയെ നശിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രയാസങ്ങളും സംഘടനക്കകത്തുള്ള വിവാദങ്ങളും പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശിക്കാൻ കഴിയുള്ളൂ. വിശദാംശങ്ങളുമായി വാർത്ത പുറത്തു കൊണ്ടുവന്ന ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതും KPCC അധ്യക്ഷന്റെ കണ്ണൂർ MP-യുടെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്ത ദൃശ്യങ്ങളടക്കമാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്: ആരാണ് ഈ കൂടോത്രത്തിന് പിന്നിലെന്ന്? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? KPCC അധ്യക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്നും ഈ അധ്യക്ഷനും KPCC അധ്യക്ഷൻ K സുധാകരനും ഈ മന്ത്രവാദിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ ഇവിടെ നിന്ന് കണ്ടെടുക്കുന്ന ഓരോ വസ്തുക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. കാല്, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ കാലിന് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കൂടോത്രം ഫലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല പരിശോധിക്കുക, പക്ഷെ ആരാണ് ഈ കൂടോത്രം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചത്? നിരവധി ശത്രുക്കളുണ്ട്, പുറത്തുണ്ട്, പ്രത്യേകിച്ചും കണ്ണൂരാണ്. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയാണ് K സുധാകരൻ. പക്ഷെ കോൺഗ്രസിനകത്ത് ഇതിനു മുൻപ് ഈ കൂടോത്ര ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡാന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ആരാണ് ഇതിന് പിന്നിലെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ KPCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടി തലത്തിലോ മറ്റോ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നോ ഈ വിഷയത്തെക്കുറിച്ച്? ടോം, പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കന്മാരാരും തന്നെ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. ആകെയുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ വാർത്ത നൽകുന്നതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ അദ്ദേഹം നൽകിയ ചില സൂചനകളാണ്. അതായത് കോൺഗ്രസിൽ തന്നെ ഉന്നതരായ പല നേതാക്കളെയും, ഏതാണ്ട് 15ഓളം നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഈ കൂടോത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് പിന്നീട് നടത്തിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്ന തരത്തിലേക്ക് നമ്മളെയും എത്തിച്ചത്. എന്തായാലും KPCC അധ്യക്ഷനെതിരായി ഇങ്ങനെയൊരു നീക്കം നടത്തിയതിന് പിന്നിൽ മറ്റൊരു പ്രമുഖ നേതാവാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമാക്കിയ വ്യക്തി പറയുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരാതെ ആ വാർത്ത
നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. സ്വാഭാവികമായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. KPCC അധ്യക്ഷനെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തിയത് ആരാണ് എന്ന കാര്യത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണൂർ നടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ മാത്രമല്ല, അദ്ദേഹം പേട്ടയിൽ താമസിച്ചിരുന്ന വീടിൻ്റെ അടുക്കളയിലും അതോടൊപ്പം തന്നെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയ്ക്ക് അടുത്തുള്ള മേശയ്ക്കടിയിൽ നിന്നും അത് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റ് പാർട്ടിയിലുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിനുള്ളിൽ കയറി അങ്ങനെ ഏതെങ്കിലും കൂടോത്രം ചെയ്യാനോ തകിട് നിക്ഷേപിക്കാനോ ഒന്നും കഴിയത്തില്ല. സ്വാഭാവികമായി പാർട്ടിയുമായി ബന്ധമുള്ള ആരോ ആണ് ഇതിന് പിന്നിലുള്ളത് എന്ന സംശയം ബലപ്പെടുന്നതിൻ്റെ കാരണവും അതാണ്. ഇനി അത് ആരാണ് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വൈകാതെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം ചെറുതായിരിക്കില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ ആരോഗ്യ കാരണങ്ങൾ അദ്ദേഹത്തെ വലിയ തരത്തിൽ അസ്വസ്ഥനാക്കിയിരുന്നു. അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് അറിയുന്നതിന് വേണ്ടി വിദഗ്ധ പരിശോധനകൾ നടക്കുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ. പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വലിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയമാക്കി. പക്ഷേ അപ്പോഴൊന്നും അസ്വാഭാവികതകൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ചില അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ആചാര്യൻ ഇങ്ങനെയൊരു പരിശോധനയുടെ ഭാഗമായി നടാലിലുള്ള പോലീസ് സുരക്ഷയുള്ള ഈ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞ് ആ കന്നിമൂലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഏതാനും മണിക്കൂറുകളായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ തെയ്യത്തിൻ്റെ കോലം, അതോടൊപ്പം തന്നെ തകിടുകൾ അടക്കമുള്ള ഈ മന്ത്രങ്ങൾ ജപിച്ച ഈ തകിടിൽ അദ്ദേഹത്തിന് വിഘ്നം സംഭവിക്കണം എന്നെഴുതിയ കുറിപ്പുകൾ അടക്കം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ആചാര്യൻ വീണ്ടും അവിടെ എത്തുന്നു. അപ്പോഴാണ് പേട്ടയിലെ വീട്ടിൽ എത്തണമെന്ന് പറയുന്നു. അങ്ങനെ പേട്ടയിലെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ അടുക്കള ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു. പിന്നീട് KPCC ഓഫീസിലും സമാനമായ സാഹചര്യം. അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സുധാകരൻ്റെ നർമ്മദ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും അതിൻ്റെ ഇരിപ്പിടത്തിനടിയിൽ നിന്നും സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നത്. എന്തായാലും ഈ ആചാര്യൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മുഴുവൻ വീണ്ടെടുത്ത് മറ്റേതോ സ്ഥലത്ത് പോയി നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അതിനുശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കണ്ണൂരിൽ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നു. KPCC അധ്യക്ഷ ഒരു പരിധിവരെ അതൊരു വസ്തുതയല്ലേ? കാരണം നമുക്കറിയാം KPCC അധ്യക്ഷനായി സുധാകരൻ ചുമതലയേറ്റത് മുതൽ അന്ന് CPM പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേർക്കുന്ന ഏറ്റുമുട്ടൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിടാൻ കണ്ണൂരിലെ കരുത്തനായിട്ടുള്ള സുധാകരൻ വരുമ്പോൾ കോൺഗ്രസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് വരുമെന്നൊക്കെ രീതിയിൽ വലിയ ഒരു ആത്മവിശ്വാസത്തിലേക്ക് പാർട്ടി മാറിയെങ്കിൽ, പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് നിരവധി വിവാദത്തിൽ കുടുങ്ങുന്ന സുധാകരനെ. അതായത് മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറസ്റ്റിലാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യങ്ങൾ, പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ പടയൊരുക്കങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ പദവി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് തെറിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കില്ലേ ഈ കൂടോത്രം വെച്ചവരുടെ പിന്നിൽ? അവരുടെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ അത് ആരാണ് വെച്ചത് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം പാർട്ടി സമിതി തന്നെ നടത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് സുധാകരൻ ഇതുവരെയും ഈ വിഷയം പാർട്ടി തലത്തിൽ പോലും ഉന്നയിക്കാത്തത്? സ്വാഭാവികമായി അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം തന്നെ പാർട്ടി ഫോറത്തിൽ ചർച്ചയാക്കിയാൽ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടിത്തെറി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അത് വലിയ തരത്തിൽ വിവാദമാകുന്ന ഒരു സാഹചര്യമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KPCC അധ്യക്ഷനായിരുന്ന സുധാകരനെ
കണ്ണൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കളുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡിന് എടുക്കേണ്ടി വന്നത് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല, തനിക്ക് KPCC അധ്യക്ഷനായി തുടർന്നാൽ മതിയെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി ചുമതല മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ട് കണ്ണൂരിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിലാണ് വരുന്നത്. പക്ഷേ കണ്ണൂരിൽ അദ്ദേഹത്തിന് കനത്ത വെല്ലുവിളി നേരിടുമെന്നും ഒരുപക്ഷേ കെ സുധാകരൻ കണ്ണൂരിൽ പരാജയപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നേതാക്കൾക്കിടയിലുണ്ടായി. പക്ഷേ വളരെ അപ്രതീക്ഷിതമായാണ് അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് എത്തുന്ന സാഹചര്യം. അതിന് പിന്നാലെ അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. പിന്നീട് KPCC അധ്യക്ഷ പദത്തിലേക്ക് തിരികെ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി വിരോധമുള്ള ആരെങ്കിലുമാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യം കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. പരസ്യ പ്രതികരണവുമായി നേതാക്കൾ ആരും തന്നെ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പഠിച്ച ശേഷം കൃത്യമായ നിലപാട് വ്യക്തമാക്കാം എന്ന് തന്നെയാണ്. എന്തായാലും കൃത്യമായി പാർട്ടിക്ക് അതിലൊരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അദ്ദേഹം ഇന്ന് മൗനം തുടരുകയായിരുന്നു KPCC അധ്യക്ഷൻ. പക്ഷേ വൈകാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടായേക്കാം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ 11 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് വെച്ച് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ കാസർഗോഡ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ പ്രധാനമായി ഉയരുന്ന ചോദ്യമായി ഈ കൂടോത്ര വിവാദം മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ടോം, തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയമാണ്. കെ സുധാകരന്റെ പ്രധാന ശത്രു ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി CPM ആണെങ്കിൽ പോലും, പ്രത്യേകിച്ചും കണ്ണൂരിൽ CPM-നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു നേതാവാണ് എങ്കിൽ പോലും, പക്ഷേ ഈ ഒരു വിഷയം കോൺഗ്രസിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവാണ് ഈ കൂടോത്രം വെച്ചതിന് പിന്നിൽ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ്റെ വീട്ടിലെ അതല്ലെങ്കിൽ ഈ KPCC ഓഫീസിലൊക്കെ ഇങ്ങനെ കൂടോത്രം വെക്കണമെങ്കിൽ അത് പുറത്തു നിന്നൊരാൾക്കും അവിടെ എത്തിപ്പെടാൻ ഉള്ള സാഹചര്യങ്ങളില്ല, സാധ്യതകളില്ല. ഈ ഒരു വിഷയത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ? സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, മിന്നുന്ന വിജയം നേടി വീണ്ടും വലിയ തരത്തിലുള്ളൊരു ആത്മവിശ്വാസം വീണ്ടെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ LDF വലിയ പ്രതിരോധത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യം പാർട്ടിക്കകത്തു നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിമർശനം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം. അപ്പോഴാണ് ഇത്തരമൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ വടികൊണ്ട് പ്രതിപക്ഷത്തെ പ്രഹരിക്കുക എന്ന ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സഭയിലടക്കം പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം രാഷ്ട്രീയ ആരോപണമായി സർക്കാർ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതിനെ ഉയർത്തിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജയരാജൻ്റെ അടക്കം പ്രതികരണത്തിൽ, അതായത് കെ സുധാകരൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിച്ച ജയരാജൻ്റെ അടക്കം പ്രതികരണത്തിൽ അക്കാര്യങ്ങൾ വ്യക്തവുമായിരുന്നു. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ കൂടോത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് പൊതുവെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ കോളിളക്കം, പാർട്ടിയിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. KPCC അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നാണ് കൂടോത്രം കണ്ടെത്തിയത്. ഇതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെയാണ്. കെ സുധാകരൻ, പാർട്ടിക്കുള്ളിലെ കെ സുധാകരൻ്റെ എതിരാളികൾ തന്നെയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന. ആ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. CPM ഇത് രാഷ്ട്രീയമായുധമാക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചടി, വലിയ നാണക്കേട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഈ വിഷയം.